എല്ലാവർക്കും ജോൺ സ്റ്റെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിൽ CRT ടി വികൾ റിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് LOT ക്യാപ്പ് ഡിസ്ചാർജ് ചെയ്യുക എന്നത്. അപ്പോൾ LOT എന്ന് വരുന്ന ഈ LOT ക്യാപ്പ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് സ്ക്രൂ ഡ്രൈവ് ആണ്. ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവ് വേണം, മൊത്തത്തിൽ കവേർഡായ ഒരു സ്ക്രൂ ഡ്രൈവ്. നമ്മൾ പിടിക്കുമ്പോൾ താഴത്ത് തന്നെ പിടിക്കണം സ്ക്രൂ ഡ്രൈവ് പിടിക്കുമ്പോൾ, കാരണം നമുക്കതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് സ്ക്രൂ ഡ്രൈവിൻ്റെ അറ്റത്ത് ഈ ഗേജ് കൂടി ഒരു വയർ എടുത്തിട്ട് നമ്മൾ TVൻ്റെ എർത്ത് പോയിന്റിൽ ബന്ധിപ്പിക്കുക. സ്ക്രൂ ഡ്രൈവ് പിടിക്കുമ്പോൾ താഴത്ത് തന്നെ പിടിക്കാൻ നോക്കുക. എന്നിട്ട് ഈ LOT ക്യാപ്പിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ അവിടെ വെച്ചുകൊടുക്കുക, കാരണം അത് ഡിസ്ചാർജ് ആവണം. അത്യാവശ്യം ചാർജ്ഡ് ആയ പിക്ചർ ട്യൂബ് ആണെങ്കിൽ സ്പാർക്കോട് കൂടിയായിരിക്കും അത് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എർത്ത് അവിടെ കണക്ട് ചെയ്യുമ്പോൾ പിക്ചർ ട്യൂബ് ഡിസ്ചാർജായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ CRT TV റിപ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ CRT TVകൾ ഇത്തരത്തിൽ ഡിസ്ചാർജ് ചെയ്യാതെ റിപ്പയർ ചെയ്യാൻ പാടില്ല. ഹൈ വോൾട്ടാണ് അവിടെ സേവായി നിൽക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഹൈ വോൾട്ട് അടിക്കും, പിന്നെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി പേര് മരിച്ചു പോയതായിട്ടും നമുക്ക് കേൾക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓരോ അപകടത്തിലൂടെ. അപ്പോൾ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഒരുവിധം എല്ലാ ടെക്നീഷ്യന്മാർക്കും ഇതിനെപ്പറ്റി അറിയാം, പക്ഷേ പലരും പല സാധനങ്ങൾ ഇപ്പോൾ വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടെ മാത്രം ചെയ്യുക. ഇതൊരു ഇൻഫർമേഷൻ എന്ന നിലയിൽ ചെയ്ത വീഡിയോ ആണ്. റിപ്പയറിങ്ങിനെ കുറിച്ച് ബേസിക്കായ അറിവ് പോലും ഇല്ലാത്തവർ ദയവ് ചെയ്ത് റിപ്പയർ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അറിയുന്ന പണിക്ക് നിൽക്കാൻ പാടുള്ളൂ. അറിയാത്ത പണിക്ക് നിന്ന് കഴിഞ്ഞാൽ സ്വന്തം ജീവൻ തന്നെ അത് ആപത്തായിരിക്കും. ഏറ്റവും നല്ലത് അടുത്തുള്ള ടെക്നീഷ്യന്മാരെ സമീപിച്ച് റിപ്പയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ റിപ്പയറിനെ കുറിച്ച് ബേസിക്കായ ധാരണ ലഭിച്ചതിന് ശേഷം മാത്രം റിപ്പയറിങ്ങിലേക്ക് വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.